ആ ഉണ്ടോ, ഇതാണ് റിഗർ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? നമ്മളൊന്നും കാണാത്തത് പുള്ളി കണ്ടില്ലേ? താഴത്തെ അത് ക്രോസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ അത് മാറ്റാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളാണ് വലിയ വലിയ അപകടങ്ങൾ നമുക്ക് സൈറ്റിൽ ഒഴിവാകുന്നത് ഈ ലിഫ്റ്റിംഗ് സമയത്ത്. ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന അതിൻ്റെ റോളറിൻ്റെ ഫ്രെയിം അൺലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതും ഒരു പ്യുവർ ടെക്നിക്കൽ വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടിട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം ക്രെയിനും കാര്യങ്ങളൂടെ വന്ന് നമ്മൾ ലോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗിയർ ബോക്സ് ലിഫ്റ്റ് ചെയ്ത് അതേ പൊസിഷനിൽ നിന്നാണ് ഇപ്പം നമ്മൾ അത് അൺലോഡ് ചെയ്യാനും ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ക്രെയിൻ യൂസ് ചെയ്യുന്നത്. കാരണം ക്രെയിനിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ക്രെയിൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ഒബ്ജക്റ്റിനെ അൺലോഡ് ചെയ്യുന്ന സ്ഥലത്തോട്ടുള്ള ദൂരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഓൾറെഡി റോളർ വന്ന് നിൽക്കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത സീലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കിടക്കുന്ന ട്രെയിലർ എന്ന് പറയുന്നത് ഏകദേശം 90-100 ടൺ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള 90 to 100 ടൺ കപ്പാസിറ്റിയുള്ള ട്രെയിലറാണ് ആ ഇരിക്കുന്നത്. അത് ലോ ബെഡായിട്ടുള്ള ട്രെയിലറാണ്. അപ്പം നമ്മൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് കഴിഞ്ഞ ദിവസം കയറ്റി എല്ലാം കൊണ്ടുവരുന്ന റോളറാണ്. ഈ റോളറാണ് നമുക്കിനി മേളിൽ റീപ്ലേസ്മെൻറ്റിനുള്ളത്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്രെയിൻ അവിടുന്ന് അൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രെയിൻ ഇങ്ങോട്ട് മാറ്റി പൊസിഷൻ ചെയ്യേണ്ടതുണ്ട്. ആ ഉണ്ടോ, ഇതാണ് റിഗർ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? നമ്മളൊന്നും കാണാത്തത് പുള്ളി കണ്ടില്ലേ? താഴത്തെ അത് ക്രോസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ അത് മാറ്റാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളാണ് വലിയ വലിയ അപകടങ്ങൾ നമുക്ക് സൈറ്റിൽ ഒഴിവാകുന്നത് ഈ ലിഫ്റ്റിംഗ് സമയത്ത്. അടുത്തതായിട്ട് നമ്മൾ റോളർ ലിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജമായി റോളർ ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോളറിൻ്റെ ലിഫ്റ്റിംഗ് കൂടെ തന്നെ നമ്മൾ ക്രെയിൻ്റെ ടെസ്റ്റിങ്ങും കൂടെ ചെയ്തിരുന്നു. കാരണം അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇല്ല. അതായത് ഇപ്പോൾ നിൽക്കുന്ന ക്രെയിൻ്റെ പൊസിഷനിൽ നിന്ന് ഈ റോളർ അൺലോഡ് ചെയ്യാനുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 10-20 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഈ 35 ടൺ റോളർ നമ്മളതിൻ്റെ മാക്സിമം ദൂരത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ക്രെയിനിൽ അതിൻ്റെ അലാം സിഗ്നലും കാര്യങ്ങളൊക്കെ വരും. കാരണം അതിനപ്പുറത്തേക്ക് അതിന് വെക്കാൻ പറ്റില്ല ക്രെയിന്. കാരണം അത്രയും ഇതിൻ്റെ മേളിലോട്ട് പൊങ്ങിന്നിരിക്കുന്ന ബൂം ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതായത് ലോഡ് എടുത്തു കഴിഞ്ഞ ശേഷം ആവശ്യത്തിൽ കൂടുതൽ അതിൽ ക്രെയിൻ കപ്പാസിറ്റിയിൽ അപ്പുറം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ബൂം ഡൗൺ ചെയ്യുന്ന സമയത്താണ് ക്രെയിൻ പുറകിൽ നിന്ന് പൊങ്ങി മറിഞ്ഞു വീഴുന്ന നമ്മൾ കാഴ്ചകളൊക്കെ പലപ്പോഴും വീഡിയോയിൽ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരിക്കലും സൈറ്റിൽ നമുക്ക് അനുവദനീയമല്ല. നമുക്കതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. എത്ര മീറ്റർ വരെ അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് അൺലോഡിങ്ങും ടെസ്റ്റിങ്ങും നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം ദൂരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 10-22 മീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അലാം അടിച്ചു. ഇതെല്ലാം ഡിപ്പെൻഡാണ് കേട്ടോ. ഈ പറയുന്ന ലോഡ്, ക്രെയിൻ്റെ കൗണ്ടർ വെയിറ്റ്, ക്രെയിൻ്റെ ഡിസ്റ്റൻസ്, ബൂം ഹൈറ്റ്, ഇതെല്ലാം ഇതിന് ഡിപ്പെൻഡായിട്ടാണ് ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി വരിക എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് സൈറ്റിൽ ചോദിക്കാറുണ്ട്, ഈ 35 ടൺ പൊക്കുന്നതിന് എന്തിനാണ് നമ്മൾ ചിലപ്പോൾ 500 ടണ്ണിൻ്റെ ക്രെയിൻ കൊണ്ടുവരുന്നതെന്നുള്ളത്. അതെല്ലാം ഡിപ്പെൻഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ സൈറ്റിൽ തന്നെ അങ്ങനെ ഒരു വന്നിട്ട് നമ്മളോട് ചോദിച്ചിരുന്നു. മാക്സിമമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരത് സ്റ്റോപ്പ് ചെയ്യിച്ചു. നമ്മളോട് ഇപ്പം അൺലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതായിരുന്നു നമ്മുടെ അൺലോഡിങ് വീഡിയോ. ഇതിന് ശേഷം ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും അതുപോലെ മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വരുന്നവർക്ക് വളരെയധികം ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഇതൊക്കെയെന്ന് പറയുന്നത് പ്ലാന്റിലുള്ള ആൾക്കാർ ലൈഫിൽ 1 ടൈം or 2 ടൈം ചെയ്യുന്നതാണ് ഈ ജോബൊക്കെ. നമ്മൾ പല പ്ലാന്റിൽ കറങ്ങുന്ന കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മെയിൻ ക്രിട്ടിക്കൽ ജോബ്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അയയ്ക്കുക. അതുവരേക്കും സൈനിങ് ഓഫ്, റഫീഖ്.